അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് അവരുടെ ത്വരീഖത്ത് ചത്തുപോയതല്ല, നമ്മൾ തല്ലിക്കൊന്നതാണ്. അതിൽ അവർക്ക് ഇപ്പോഴും വല്ലാത്ത സങ്കടവും വേദനയുമുണ്ട്. നമ്മളതിനെ കബറടക്കി കണ്ണോക്കും നടത്തി, എന്നിട്ടും അവരുടെ പരാതി അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കബറടക്കിയ സാധനം ഒന്നുകൂടി നമ്മൾ മാന്തി പുറത്തെടുത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ പോവുകയാണ്. കുരുവട്ടൂർ കോളാമ്പിയായ നമ്മുടെ കാട്ടുവളപ്പിൽ നൗഷാദ് ഇന്നലെ വന്നുകൊണ്ട് കുറേ നേരം എന്തൊക്കെയോ ഒച്ച വെച്ചു. അതിനിടയിൽ അയാൾ പറഞ്ഞത് കിതാബൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട എന്നാണ്. നമ്മൾ പറഞ്ഞു കിതാബൊന്നും കാണിച്ച് തൽക്കാലം ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. അത് ഞങ്ങൾക്ക് മനസ്സിലായി. കിതാബൊന്നും കണ്ടാൽ നിങ്ങൾ ഭയപ്പെടൂല. അങ്ങനെ ഭയപ്പെടണമെങ്കിൽ കുറച്ച് പടച്ചോനെ പേടി വേണമല്ലോ. അത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ മഹാന്മാർ എഴുതി വെച്ചതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മശായിഖന്മാരെന്ന് പറയുന്ന ആ സാധനങ്ങൾ അവരെന്തു പറഞ്ഞോ അതാണ് നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങളുടെ മശായിഖന്മാരെന്നൊക്കെ പറയുന്ന ആ സാധനങ്ങൾ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളോട് ഞങ്ങൾ കിതാബ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടം പോലെ ജീവിക്കും. അവരെ ചോദ്യം ചെയ്യാൻ ഒരു കിതാബുമായി വരാൻ പറ്റിയ ഒരു ആൺകുട്ടിയും എ പി സമസ്തയിലില്ല. അതാണ് സംഭവം. അവരുടെ മശായിഖന്മാർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കും. എന്ത് തട്ടിപ്പും നടത്തും, എന്ത് നുണയം പറയും, എവിടെയും കറങ്ങി നടക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കും. കിതാബുമായിട്ട് ചോദിക്കാൻ ചെല്ലരുത് എന്നാണ്. ചോദിക്കാൻ ചെന്നാലോ പടച്ചോനും പേടിയില്ലല്ലോ, ഇഷ്ടം പോലെ ജീവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലും അവർ ദുർവ്യാഖ്യാനിക്കും. വലിയ മഹത്വമായിട്ട് അഭിമാനത്തോടെ പറയണാണേ ഈ സാധനങ്ങളുടെയൊക്കെ ഒരവസ്ഥ. എന്ന് മാത്രമല്ല, ഇയാളുടെ മശായിഖന്മാരിൽപ്പെട്ട ഒരാള് പൗലിയ വലിയുല്ലാഹി എന്നൊക്കെ വിളിച്ച് മറ്റേ തുള്ളൽ നടത്തിയില്ലേ, ആ ചങ്ങാതി എന്ത് അബ്ദുള്ളയാണ്, ഏതോ ഒരു അബ്ദുള്ള മറന്നുപോയി. ആ ചങ്ങാതി തന്നെ പറയുന്നുണ്ട്. അത് ഇതിലും വലിയ രസമായി. യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മുടെ കാഴ്ചയിൽ അവരെടുത്തുനിന്ന് നമ്മൾ കാണുമ്പം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണെന്ത് നമ്മളെ കാഴ്ചയിൽ ഓരോ ഒരു തെറ്റ്. അപ്പൊ എന്താ അതിന്റെ പവർ? നമുക്ക് കള്ളത്തരാന്ന് തോന്നുന്നത് എന്തോ ഒരു കാര്യം. നമ്മൾ പലതും പഠിച്ചുവെച്ചതുണ്ടാവും, മനസ്സിലാക്കി വെച്ചതുണ്ടാവും, പല സംഭവം ഉണ്ടാവും. അതാണ് സംഭവം. നമ്മൾ മഹാന്മാരാകുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ചെയ്യുന്നതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ്. അത് കണ്ടിട്ട് നമ്മൾ ചോദ്യം ചെയ്യാനൊന്നും പോകാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതിന് മൂപ്പര് പറഞ്ഞത് യഹിയൽ ബുഖാരി തങ്ങളെന്ന ആ വടിത്തങ്ങളുണ്ടല്ലോ, മൂപ്പരിലേക്കാണ് ഇയാൾ ചേർത്ത് പറഞ്ഞത്. അതിന്റെ ഒരു സൂചന ഞാനും അതുപോലെയൊക്കെ തോന്നിയതൊക്കെ ചെയ്യും. നിങ്ങൾ കിതാബിൽ കണ്ടതുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരണ്ട. ഈ ജാതി സാധനങ്ങളോട് നമ്മൾ എന്തിനാണ് ഈ കിതാബ് പറയുന്നത്? എന്നിട്ടോ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവരൊരു പെരുന്നാൾ സമ്മാനം എന്നും പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടെത്തന്ന് അത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി. ഇടയ്ക്കൊന്ന് പനിയും പിടിച്ച് കുറച്ചു ദിവസം വീഡിയോ ചെയ്യാതിരുന്ന്. പിന്നെ ഞാനും ചിന്തിച്ച് ഈ സാധനങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വേണോ വേണ്ടേ എന്നിങ്ങനെ ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് ഇവർ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പിന്റെ രൂപത്തിൽ ഒരു സാധനം ഉണ്ടാക്കി. എന്നിട്ടിപ്പോ നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പി വന്നിട്ട് ചോദിക്കാണ്, എന്റെ മോന്ത കാണാനാണോ ഞങ്ങൾ എന്നെ വിളിച്ചത് എന്നാണ്. അപ്പം പറയാ, പല ആൾക്കാരും പറയുന്നുണ്ട് ഇന്നെ കാണാനില്ലാന്ന്, ഞാൻ ദാ വന്നിരിക്കുന്നു, എന്റെ മോന്ത കാണാൻ എന്നെ വിളിച്ച്. അപ്പൊ എന്തായാലും വിളിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് സമ്മതിച്ചു. എങ്ങനെയാ വിളിച്ചത്? എന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് AI ഡിസൈൻ ചെയ്തെടുത്ത, എന്നെ കാണാതെ പോയി, 46 വയസ്സുണ്ട്, മെയ് 1-ാം തീയതി മുതൽ കാണാനില്ല, വെള്ളി ജുബ്ബയാണ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കി പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വിളി? എന്റെ ചെങ്ങാതിമാരെ, ഇത്ര വലുപ്പമുണ്ടല്ലോ നിങ്ങൾ. ത്വരീഖത്താണ് എന്നും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങനെ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പലരെയും കൊണ്ട് വിളിപ്പിക്കുന്നില്ലേ? എന്നെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പല പണി നിങ്ങൾ എടുക്കുന്നില്ലേ? അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്ന നിങ്ങൾക്കൊരു ഫോൺ കോൾ ചെയ്താൽ പോരെ? ഞാൻ വിചാരിച്ച് ഇവരിങ്ങനെ പത്രക്കുറിപ്പൊക്കെ ഇറക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. അതെന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു. എന്നോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് ആർക്കാണെന്നറിയോ? നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തുകാർക്കാണ്. അവരെന്നെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞപ്പോ തന്നെ എന്റെ ഫോട്ടോയൊക്കെ വെച്ചൊരു പത്രക്കുറിപ്പ്. അതിന് ഇയാള് കാണാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇയാളെ മോന്തെങ്ങനെ കാണാനല്ലത്? അത് കണ്ടിട്ട് പ്രത്യേക വർക്കത്തിട്ടായിരുന്നില്ല. അതിനെക്കാട്ടി നല്ല ഇബിലീസിന്റെ മോന്ത കാണണ്ട. സംശയമുണ്ടോ? ഞങ്ങളുടെ മോന്ത കാണുന്നേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഇബിലീസിന്റെ മോന്ത കാണലാണ്. കാരണം അവന്റെ ത്വരീഖത്തിൽപ്പെട്ട ആളുകളാണല്ലോ.
അവനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയാണല്ലോ ഈ പണി മുഴുവനും എടുക്കണത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാണാൻ നല്ലത് അവന്റെ മോന്ത തന്നെയാണ്. കണ്ടോളൂ. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവരുടെ കൂടെ ഇബ്ലീസിന്റെയും കൂടി കണ്ടോളൂ. പിന്നെ എന്തിനാ ഞങ്ങൾ വിളിച്ചത്? അതിനെ കണ്ടിന്യൂ ചെയ്യണം. അതിനായിരുന്ന വിളിച്ചത്. ഞാൻ വിചാരിച്ച് എൻ്റെ മോന്ത കാണാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ച് ഇന്നൊന്ന് സ്റ്റൈലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാം. ഏതായാലും നമ്മുടെ മോന്തയ്ക്ക് ഇച്ചിരി ഗ്ലാമർ കുറവാണല്ലോ. അപ്പൊ പറ്റുന്നത്ര ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ഓർത്തിട്ടാള് ഞാനിന്ന് വളരെ ഒരുങ്ങി പിടിച്ച് വന്നതാണ്. ഉഷാദെ, കണ്ടിന്യൂ ചെയ്യാനായിരുന്നോ? അന്ന് മോൻ പറഞ്ഞേ കേക്കട്ടെ. ജമുൽ ജവാമി ഹെല്ല് ചെയ്യാറിന് എന്താ ജമുൽ ജവാമി വായിക്കാത്ത? അത് കഴിഞ്ഞിട്ട് വരെ CH മുസ്തഫന്റെ കഥ പറയാൻ. അതിനത് കഴിയൂലല്ലോ. കഴിയാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. ഞങ്ങൾ ഒന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മറുപടി പറയാൻ റെഡിയാണ്. നിങ്ങളുടെ സ്റ്റുഡിയോ എപ്പോഴും ഓക്കെയാണ് എന്നൊക്കെയല്ലേ തള്ളിയത്. അപ്പൊ പിന്നെ ഇത് കഴിയുന്നത് എങ്ങനെയാ? അപ്പൊ പിന്നെ നിങ്ങളുടെ അടുത്ത പൊട്ടത്തരത്തിന്, അടുത്ത കുഫറൻ വാദങ്ങൾക്ക്, അടുത്ത പിഴച്ച ആശയങ്ങൾക്ക്, പിഴച്ചവരോടുള്ള കൂട്ടുകൂടലുകൾക്ക് ഞങ്ങൾക്ക് എപ്പോഴാ ചങ്ങാതി മറുപടി പറയാൻ സമയം കിട്ടുക? എന്റെ ചങ്ങാതി, ഈ വിഷയം നമ്മൾ പറഞ്ഞില്ലേ? എത്ര ആവർത്തി പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ബോധ്യപ്പെടാത്തത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് കുരുവട്ടൂരി ശൈത്താന്മാർക്കുമാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ബാധ്യത നിർവഹിച്ചു. സമൂഹത്തോട് പറഞ്ഞു, ഈ കുരുവട്ടൂരികൾ അവര് പിഴച്ച ആശയമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതുപോലെ ആ മഹാന്മാരാകുന്ന അഇമ്മത്തിന്റെ കിതാബ് എടുത്തു പറഞ്ഞു. നിങ്ങളത് ദുർവ്യാഖ്യാനിക്കുകയാണെന്ന് ഏതൊരു ചെറിയ ബുദ്ധിക്കാരനും മനസ്സിലാവൂലേ? പിന്നെ നിങ്ങൾ സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ എപ്പോഴും ഓക്കെ ആക്കി വെച്ച് നിൽക്കുന്നത് നിങ്ങളുടെ മഴീശത്താണിത്, നിങ്ങളുടെ അരിപ്രശ്നമാണ്. അത് മുടങ്ങാൻ പറ്റൂലല്ലോ. എല്ലാ ദിവസവും ജോലി ചെയ്യണ്ടേ? നിങ്ങളുടെ ജോലി ഇതാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, വേറെ തിരക്കുകളുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുമ്പോൾ എൻ്റെ ചെങ്ങാതി പറയേണ്ടത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളങ്ങ് നിർത്തും. ഇപ്പൊ മുസ്തഫയുടെ കാര്യം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാണ്. മുസ്തഫയുടെ തോളത്ത് കൈയിട്ട് കൂടെ ഇരുത്തി അവനോട് ചിരിച്ച് കുശലം പറഞ്ഞ് സൗഹാർദ്ദമൊക്കെ നടത്തി അവനെ കൊണ്ടുപോയി തുള്ളിക്കാൻ നോക്കി. അവൻ തുള്ളിയില്ലെങ്കിലും കൂടെ നിന്ന് അങ്ങനെയൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞു പോയല്ലോ. അതിനെ ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് വന്നിട്ട് പറയാ മുസ്തഫ നോളജ് സിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇവൻ തന്നെ പറയുന്നു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാ വന്നത് എന്ന്. മുസ്തഫ മൗലവിയുടെ വോയിസ് കേൾപ്പിച്ചപ്പോൾ അതിനകത്ത് പറയുന്നു ഇറാനിൽ നിന്ന് വന്ന ഒരു സംഘത്തോടൊപ്പം ഞങ്ങൾ പോയി എന്ന്. അതല്ലാതെ മുസ്തഫ മൗലവി എന്ന വ്യക്തിയെ ആദരിച്ച് സ്വീകരിച്ചിരുത്തിയോ? അതൊന്നും ചെയ്തിട്ടില്ല. ഇവൻ കൊണ്ടുവന്ന വോയിസിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്ത പണി എന്താണ്? അവൻ ഇവിടെ കുഫറൻ വാദങ്ങൾ പറയുന്നു, റിദ്ദത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നു, ഇമാം ബുഖാരിയെ തള്ളുന്നു, ഹദീസുകളെ തള്ളുന്നു, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നു, ഹൈന്ദവ പെൺകുട്ടിക്ക് മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നാട് ഒട്ടുക്കും അറിഞ്ഞിട്ട് അവനെയല്ലേ നിങ്ങൾ ഈ കൊണ്ടുവന്ന് കൂട്ടിയത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ന്യായം എന്താ? തൗബ ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. മുസ്തഫ പറഞ്ഞ എന്താണ്? തൗബ ചെയ്യണ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് തൗബ ചെയ്താൽ പോരെ എന്നാണ്. ഞാൻ പോയത് തങ്ങൾ വിളിച്ചിട്ടാണ് എന്നാണ്. എന്തെല്ലാം നുണകൾ പറഞ്ഞു ചെങ്ങാതി. നുണയെന്ന് പറഞ്ഞാൽ വായെടുത്താൽ നുണയല്ലാതെ ഒന്നും പറയില്ല. എന്നിട്ട് എൻ്റെ മോന്ത കാണാൻ വിളിച്ചതാണോ എന്നൊക്കെ വല്ലാത്തൊരു ചോദ്യം. ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ടോ സഹോദരന്മാരെ, ഈ വീഡിയോ ഒരല്പം ദൈർഘ്യമുണ്ടാകും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ ആദ്യം മുതൽ പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് മുഴുവനും കാണാം. ഇവരുടെ മുമ്പിൽ നമ്മൾ കിതാബുകൾ വായിച്ചു കൊടുക്കുമ്പോൾ അറബിയിലുള്ളതാണല്ലോ, സാധാരണക്കാർക്ക് തിരിയില്ല. എന്നാൽ കിതാബൊക്കെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവൻ നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന്. എന്നാലും തട്ടിപ്പ് നടത്താം. എത്രത്തോളം എന്നറിയോ? പച്ച മലയാളത്തിൽ പേരോട് ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗത്തെ പോലും ക്ലിപ്പ് മുറിച്ച് കട്ടാക്കിയിട്ട് ദുർപ്രചരണം നടത്താണ് ഈ കാട്ടുകള്ളന്മാർ. ഞാൻ അങ്ങനെ വെറുതെ വിളിക്കുന്നതല്ല ഇവരെ. നിങ്ങൾ കേട്ടു നോക്കൂ, പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗം ഇയാൾ തന്നെ കേൾപ്പിക്കുന്നുണ്ട്. അത് പേരോട് വരെ പറഞ്ഞൂടെ? നമ്മൾ കേൾപ്പിച്ചു കൊടുത്തു വെക്ക്. പേരോടുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ വഴിയിൽ ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ പഠിച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം. ഞാൻ ഖേദിച്ച് മടങ്ങാൻ ആദ്യം നിനക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് വലിയ കേറത്തിലാണ്. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം അവനെ ഞാൻ പുറത്താക്കാൻ കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാത്തതുകൊണ്ടാണ്. ആദം നബിയുടെ ഖബറിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ പറയണം.
എന്നാ ഞാൻ അവന്റെ തോപ സ്വീകരിക്കാം. കറക്റ്റ് അല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യാൻ പറയൂ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. കഴിഞ്ഞു. ഇതല്ലേ നമ്മൾ പറഞ്ഞു. ഇതാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ പേരോട് ഉസ്താദ് ഇത്ര മാത്രമല്ല പറഞ്ഞത്, അതിനുശേഷം ബാക്കി കൂടിയുണ്ട്. അവിടെ വെച്ച് കട്ടാക്കി ഇവര്. എന്താ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്താൽ ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കാം. അതുകൊണ്ട് ഇബ്ലീസ് തൗബ ചെയ്യുമെന്ന് കിട്ടുമോ? എന്താ അതിനകത്തുള്ളത്? അള്ളാഹു പറഞ്ഞു, ആദമിന്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്താൽ നിന്റെ തൗബ സ്വീകരിക്കാം. സുജൂദ് ചെയ്യുവോ ഇല്ലയോ എന്നതല്ലേ പ്രശ്നം. ആ പാട്ടുകാരൻ പാടിയത് മടവൂരിന്റെ കൊടി പിടിക്കും എന്നാണ്. ഇവിടെ നമ്മുടെ പ്രശ്നം ഇബ്ലീസ് സുജൂദ് ചെയ്യോ ഇല്ലയോ? ചെയ്യില്ല. സത്യത്തിൽ പേരോട് ഉസ്താദും അത് തന്നെയാ പറഞ്ഞത്. അത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവന്മാര് കട്ടുമുറിച്ചു. അല്ലാഹു പറഞ്ഞത് ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്താൽ നിന്നെ റെഡിയാക്കാം. അപ്പോഴാണ് ഇബ്ലീസിന്റെ മറുപടി, ജീവിതകാലത്ത് ഞാൻ അയാൾക്ക് സുജൂദ് ചെയ്തിട്ടില്ല, പിന്നെ മരിച്ചിട്ടാ ജീവിക്കുന്ന കാലത്ത് ചെയ്യാത്ത ഞാൻ പിന്നെ ഖബറിന് സുജൂദ് ചെയ്യണോ? അതിനെ കിട്ടൂല. അപ്പൊ ഇവന്റെ തൗബ എന്ത് തൗബയാ? അത് ആത്മാർത്ഥമായ തൗബയല്ല, അവന്റെ അഹങ്കാരം മാറിയിട്ടില്ല. വളരെ വ്യക്തമായി ഉസ്താദ് പറഞ്ഞു, അത് ആത്മാർത്ഥമായ തൗബയല്ല, അവന്റെ അഹങ്കാരം മാറിയിട്ടില്ല. എന്നിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നും പറഞ്ഞ് ക്ലിപ്പ് മുറിച്ചിട്ട് നാടൊട്ടുക്ക് നടക്കാൻ. ഇബ്ലീസ് ഒരിക്കലും മുഅ്മിനാവുകയില്ല എന്ന് അഇമ്മത്ത് വ്യക്തമായി എഴുതിയ ഏതെല്ലാം കിതാബുകളാണ് നമ്മൾ എടുത്തത്? നൗഷാദ് തന്നെ പറയട്ടെ. ഏതെല്ലാം കിതാബ് എടുത്തു? ഇവിടെ ഒരു സമയത്ത് തുഹ്ഫ എടുത്ത് വായിച്ചു. തുഹ്ഫ വായിച്ചപ്പോൾ മറുപടിയും കൂടി ആൾ വായിച്ചു പോയി. തൗബ സ്വീകരിക്കൂല ഇബ്ലീസിന് എന്ന് പറഞ്ഞു. ലിഅന്നഹും ലാ യതൂബൂൻ. എന്തുകൊണ്ട് സ്വീകരിക്കൂല? തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല. തൗബ ചെയ്താലോ സ്വീകരിക്കും. തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്നത് ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ടോ? അത് നീ നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന മഫ്ഹൂം അങ്ങനെയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, കാരണം ഇബ്ലീസിനെ നന്നാക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ എന്താ എഴുതിയത്? ഖീല യുസ്തസ്ന അർബഅതു കുഫാരിൻ ലാ തുഖ്ബലു തൗബതുഹും. 4 വിഭാഗം ആളുകളുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്ലീസ്, വഹാറൂത്ത്, വമാറൂത്ത്, വആഖിറു നാഖത്തി സ്വാലിഹ്. ഇതൊക്കെ നമ്മൾ മുമ്പ് വായിച്ചതാണ്. ഖാല ബഅ്ദുഹും ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ. അവർ തൗബ ചെയ്യൂല എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. വഅഖൂലു, ഞാൻ പറയുന്നു, ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായമാണ്. മുമ്പ് ഇവൻ വന്നിട്ട് ഖാല ബഅ്ദുഹും എന്നത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതാണ് എന്നൊക്കെയുള്ള വിഡ്ഢിത്തരം പറഞ്ഞു. അങ്ങനെയൊക്കെ കുറെ പൊട്ടത്തരം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എന്തായാലും പോട്ടെ, ഇബ്നു ഹജർ തങ്ങൾ പറയാൻ, ഞാൻ പറയുന്നു, ബൽ ഹുവ അലാ വാഹിരിഹി ഫീ ഇബ്ലീസ്. ഇബ്ലീസിന്റെ കാര്യത്തിൽ ആ പറഞ്ഞത് എന്താണോ അതിന്റെ വാഹിറിൽ തന്നെയാണ്. തൗബ സ്വീകരിക്കപ്പെടൂല എന്നാണെങ്കിൽ അങ്ങനെ, തൗബ ചെയ്യൂല എന്നാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് തൗബ ചെയ്യൂല എന്ന് തന്നല്ലേ. എന്നിട്ട് പറയാണ് തുഹ്ഫ എടുത്തിട്ട് ഞങ്ങൾ പിടികൂടി എന്ന്. നിങ്ങളുടെ വകയായി ദുർവ്യാഖ്യാനം നടത്തിയതാണ്. ഇനി ഇബ്നു ഹജർ തങ്ങൾ വളരെ വ്യക്തമായി മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? മഹാനവറുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മിഷ്കാത്തിന്റെ ശറഹാകുന്ന മിർഖാത്തുൽ മസ്വാബീഹിൽ മഹാനായ മുല്ല അലിയുൽ ഖാരി തങ്ങൾ എഴുതിയിട്ടില്ലേ? ഇതൊക്കെ ഞാൻ എത്ര തവണ വായിച്ചതാ ചങ്ങാതി, എന്നിട്ട് മിണ്ടാതെ പോയതല്ലേ. എന്താ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? മുല്ല അലിയുൽ ഖാരി പറയാൻ, ഖാല ഇബ്നു ഹജർ അല്ലാഹിറു അന്ന ഇസ്തിബ്ആദ സുഫിയാൻ ലി ഇസ്ലാമിഹി ഇന്നമാ ഹുവ ലികൗനിഹി ഇഫ്രീതൻ. സുഫിയാൻ ഇബ്നു ഉയൈനയുടെ അഭിപ്രായം ഒരു ശൈത്വാനും മുസ്ലിം ആകൂല എന്നാണ്. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ അതിനെ ജംഅ് ചെയ്തുകൊണ്ടൊരു ന്യായം പറയാണ്. എന്താണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? ലികൗനിഹി ഇഫ്രീതൻ, അവൻ കൊടിയ ശൈത്വാനായതുകൊണ്ടാണ് അവൻ മുസ്ലിം ആകാത്തത് എന്നാണ്. അപ്പൊ കൊടിയ ശൈത്വാൻ, ഇബ്ലീസ് അടക്കമുള്ള കൊടിയ ശൈത്വാന്മാർ അവർ മുസ്ലിം ആവുകയില്ല എന്ന ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം. ലാ ലികൗനിഹി മിൻ ദുർരിയത്തി ഇബ്ലീസ്, ഇബ്ലീസിന്റെ സന്താനങ്ങളിൽപ്പെട്ടവനായതുകൊണ്ടല്ല. അപ്പൊ ഇബ്ലീസിന്റെ സന്താനങ്ങളിൽപ്പെട്ട കുട്ടിച്ചൈത്താന്മാർ അവർ മുസ്ലിം ആകാൻ സാധ്യതയുണ്ട്. എന്നാലോ വലിയ ചൈത്താൻ അവൻ മുസ്ലിം ആകില്ല എന്ന് പറഞ്ഞ ഇബ്നു ഹജർ തങ്ങളുടെ പേരിലാണ് ഇവൻ ഈ തട്ടിപ്പും ദുർവ്യാഖ്യാനവും നടത്തുന്നത്. എന്നിട്ട് വന്നിട്ട് പറയാണ് തുഹ്ഫ എടുത്ത് വായിച്ച് പിന്നെ മിണ്ടാട്ടില്ല. ഉളുപ്പുണ്ടോ ചങ്ങാതി? നീ പിന്നെയും വന്ന് നുണ പറയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടണമെന്നാണോ? ഞങ്ങൾക്കതിന് നേരെയില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് വ്യക്തമായി നിന്റെ ക്ലിപ്പുകൾ കാണിച്ച് തട്ടിപ്പുകൾ തുറന്നു പറഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇനി ഞാൻ മറുപടി പറയണമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയണം. ഒന്നാമത്തെ ചോദ്യം, നീ പറഞ്ഞില്ലേ തൗബ ചെയ്താൽ സ്വീകരിക്കും എന്ന് തുഹ്ഫയിലുണ്ട് എന്ന്.
നിനക്കത് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? തുഹ്ഫ പോട്ടെ, ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഇബ്ലീസ് തൗബ ചെയ്യുമെന്ന് മഹാനവറുകൾ എഴുതിയ ഒരു വരി നിനക്ക് വായിക്കാൻ പറ്റുമോ? അടുത്ത തവണ നീ വായിച്ചാൽ ഞാൻ അതിന് മറുപടിയുമായിട്ട് വരും. എന്നിട്ടോ ഞാൻ തുഹ്ഫ തെളിവായി വായിച്ചു കൊടുത്തപ്പോൾ ഒരു മൗലിയാർ ഇവനോട് എന്തോ പറഞ്ഞു അത്രേ. ഇയാൾ വായിക്കുന്ന തുഹ്ഫൊക്കെ കേട്ടിട്ട് ഒരു മൗലിയാറിനോട് പറഞ്ഞു, ഇവനൊക്കെ ആരാ ഓതി കൊടുത്തത്? ആ തുഹ്ഫ വായിച്ച കോലേ. ആ ചോദിച്ച മൗലിയാർ നിങ്ങളുടെ ഇബ്ലീസ് ത്വരീഖത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൗലിയാരാകും. അവർക്ക് അങ്ങനെയല്ലേ ചോദിക്കാൻ അറിയൂ, അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. എൻ്റെ ബലമായ സംശയം നമ്മുടെ കുഞ്ഞഹമ്മദാകാനാണ് സാധ്യത. അതല്ലാതെ സുന്നികളിൽപ്പെട്ട ഒരു മൗലിയാർ ആ ചോദ്യം ചോദിക്കൂല. ഇനി ചോദിച്ചു എന്ന് നീ പറയുന്നതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ആ മൗലിയാരുടെ സകല ഡീറ്റെയിൽസും നീ പുറത്തുവിട്. അയാളോട് ചോദിച്ച ചോദ്യം അത് വാട്സപ്പിലാണെങ്കിൽ ആ വോയിസ് നോട്ട് ഉൾപ്പെടെ അയാളുടെ നമ്പർ സഹിതം നീ പുറത്തുവിട്. ഞാനൊന്ന് കാണട്ടെ. നോണ പറയുക, പച്ച നോണ പറയുക. എന്നിട്ട് പിന്നെ ഞാൻ ഇമാം ഷഹറാനി റഹിമഹുല്ലയുടെ യവാഖീത്ത് എന്ന കിതാബ് തെളിവായി വായിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഇവൻ പറയുന്നുണ്ട്. പിന്നെ ഷഹറാനി ഇമാമിന്റെ യവാഖീത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അൽ മൻഹജുൽ മുത്തഹിർ എന്ന കിതാബ് എടുത്തു കൊണ്ടുവന്നു. നമ്മൾ ഷഹറാനി ഇമാമിന്റെ കിതാബ് അങ്ങോട്ട് വായിച്ചു കൊടുത്ത് അൽ ജവാഹിർ വദ്ദുറർ എടുത്തു. ഇമാം അവറുകൾ പറഞ്ഞു, ഇബ്ലീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ആ തർക്കം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള പിശാച് നന്നായോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹദീസുണ്ട്, അസ്ലമാന്ന് വായിച്ചതനുസരിച്ച് മുസ്ലിം ആകാം ഇബ്ലീസിന് തന്നെയും എന്ന് ഇമാം ഷഹറാനി തങ്ങളുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചു. നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ്. ആണാണെങ്കിൽ കിതാബോധി പഠിച്ചതിൽ എന്തെങ്കിലും ഒരു വിവരം നിന്റെ തലയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇമാം ഷഹറാനി റഹിമഹുല്ല ഇബ്ലീസ് മുസ്ലിമാകാൻ ഈ ഹദീസ് തെളിവാണ് എന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങൾ മഹാന്മാരുടെ കിതാബുകൾ എടുത്ത് വായിക്കുമ്പോൾ നിന്നെപ്പോലെ തട്ടിപ്പ് നടത്തില്ല നൗഷാദെ. എന്താണ് യവാഖീത്തിൽ മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റഹിമഹുല്ല പറഞ്ഞത്? മഹാനവറുകൾ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, ഫഇന്ന ഇബ്ലീസ് ഖദ് അല്ലറഹുല്ലാഹു തആല ഇലാ യൗമിദ്ദീൻ. അള്ളാഹു അവന് ലോകാവസാനം വരെ ആയുസ് നീട്ടിയിട്ട് കൊടുത്തു. യഅനി അൽ ജസാ ഹീന തൻഖതിഉ തകാലീഫ്, പരലോകം വരെ എന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, ഫലാ യസിഹു അയ്യുസ്ലിമ അബദാ, അവൻ മുസ്ലിമാവുക എന്നത് സ്വഹീഹാവുകയില്ല, ഒരിക്കലും സ്വഹീഹാകാത്ത കാര്യമാണ്. ഇമാം ഷഹറാനി വ്യക്തമായി രേഖപ്പെടുത്തിയില്ലേ? എൻ്റെ മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷഹറാനി റഹിമഹുല്ല ഇബ്ലീസ് നന്നാകാൻ ആ ഹദീസ് മതി എന്ന് പറയുന്ന ഒരൊറ്റ വാചകം നിനക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ നൗഷാദെ? ഊളുപ്പില്ലാതെ എന്തൊക്കെ നുണയാ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇമാം ഷഹറാനി റഹിമഹുല്ല ആ ഹദീസിനെ കുറിച്ച് തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടോളണം. ഈ കാട്ടുവളപ്പിൽ നൗഷാദിൻ്റെ കാതിലേക്ക് ഇത് കയറൂല. കാരണം ഇബ്ലീസ് അവിടെ സീല് വെച്ച് അടച്ചുപോയി. എന്നിട്ട് പച്ച നുണയല്ലേ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ കേട്ടോളണം. ഈ ഇബ്ലീസ് ത്വരീഖത്തിൽ പെട്ടുപോയ സാധാരണക്കാരെ നിങ്ങൾ കേട്ടോളണം. ഞാൻ ഈ വരുന്ന പണിയുണ്ടല്ലോ നൗഷാദിനെ നന്നാക്കാനല്ല, എൻ്റെ ബാധ്യത നിറവേറ്റാനാണ്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇനി നിങ്ങൾ എനിക്കെതിരെ എന്ത് പോസ്റ്റർ അടിച്ചാൽ, എന്ത് കോലത്തിൽ വരച്ചാൽ എനിക്കെന്ത് പ്രശ്ന ചങ്ങാതിമാരെ, എനിക്കെന്ത് സംഭവിക്കാനാ? നിങ്ങൾ വലിയ വലിയ ആൾക്കാരും ഇമാമുമാരുടെ കിതാബുകളിൽ തട്ടിപ്പും ദുർവ്യാഖ്യാനവും നടത്തുന്നു. മഹാനായ ഇമാം ഷഹറാനി പറയാൻ, ലി അന്ന കലാമന, നൗഷാദെ വായിക്കണം നീ, നിനക്ക് ധൈര്യമുണ്ട്, ഞാനൊന്ന് കാണട്ടെ. ലി അന്ന കലാമന, നമ്മുടെ അഭിപ്രായം, ഷഹറാനി ഇമാമിൻ്റെ അഭിപ്രായം, ഇന്നമാ ഹുവ ഫിൽ ഖരീൻ, അത് ഖരീനിൽ മാത്രമാണ്, സാധാ കുട്ടിച്ചൈത്താന്മാരിൽ മാത്രമാണ്. ലൈസ ഹുവ ഫിശ്ശൈത്വാനിൽ അക്ബർ സ്വാഹിബിൽ മർത്തബത്തി, വലിയ ശൈത്താനുണ്ടല്ലോ ഇബ്ലീസ്, അവൻ്റെ കാര്യത്തിലല്ല. ബിഇജ്മാ, ഖണ്ഡിതമാണ്, ഏകാഭിപ്രായമാണ് എന്ന് ഇമാം ഷഹറാനി റഹിമഹുല്ല രേഖപ്പെടുത്താൻ. എന്നിട്ടല്ലേ ഇവൻ ഇമാം ഷഹറാനി റഹിമഹുല്ലയുടെ പേരിൽ ഈ പച്ച ദുർവ്യാഖ്യാനം നടത്തിയത്? അങ്ങനെ ഈ കിതാബുകളൊക്കെ നമ്മൾ വായിച്ചു കൊടുത്തപ്പോൾ ഇവൻ ഇപ്പോൾ പറയാണ് ലാസ്റ്റ് നമ്മൾ എവിടെയോ എത്തിച്ചു എന്നാണ്. കറക്റ്റ് ഇബാറത്ത് അങ്ങോട്ട് വായിച്ചു കൊടുത്തു എന്നാണ്. ലാസ്റ്റ് നമ്മൾ എവിടെ എത്തിച്ച്? കറക്റ്റ് ഇബാറത്ത് അങ്ങോട്ട് വായിച്ച്. ശർഉൽ അഖായിദയിൽ അതാ പറയുന്നു, ബലി തഹ്ഖീഖു അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്, ഇബ്ലീസിന്റെ ഈമാൻ അതിനെക്കുറിച്ച് സാധ്യമാകാത്തത് എന്ന് പറയാൻ പാടില്ല.
അത് സാധ്യമാകുന്നതാണ് നേർക്ക് നേരെയുള്ള ഇബാറത്ത്. ഇതാണിപ്പോ കറക്റ്റായിട്ടുള്ള ഒരു ഇബാറത്ത് മൂപ്പര് വായിച്ചത്. ഈ സാധുവിന് ഇതൊന്നും തിരിഞ്ഞിട്ടില്ല ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്താണ് ശറഹുൽ അഖായിദിലുള്ളത്? ഞാനത് വായിച്ചില്ല എന്നൊക്കെയുള്ള വലിയ പരാതിയല്ലേ നൗഷാദെ നീ പറഞ്ഞത്? ഞാൻ വായിച്ചുതരാം. വ അജ്മഅൽ കുല്ലു, എല്ലാവരും ഏകാഭിപ്രായമായിരിക്കുന്നു. അന്ന തക്ലീഫ ബിഹി വാഖിഉൻ, അതുകൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്നതിൻ്റെ മേൽ. ഏതുകൊണ്ട്? അതിൻ്റെ മുകളിൽ പറയുന്ന മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ടല്ലോ, ഏതാണത്? മാ യുംകിനു ആദത്തം മിനൽ അബ്ദ്, സാധാരണ രീതിയിൽ അടിമയിൽ നിന്ന് സംഭവിക്കാൻ പറ്റുന്ന ഒന്ന്. വലാക്കിൻ, പക്ഷേ ഖദ് സബഖ ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു, അള്ളാഹുവിൻ്റെ ഇൽമും ഉദ്ദേശവും മുൻകടന്നിട്ടുണ്ട്. ബി അന്നഹു ലാ യസ്ദുറു അൻഹു, അവനിൽ നിന്നത് സംഭവിക്കുകയില്ല എന്ന്. എന്നിട്ട് ഉദാഹരണം കേൾക്കൂ. ക ഈമാനി അബീ ജഹിൽ, അബൂജഹലിൻ്റെ ഈമാൻ പോലെ. അബൂജഹലിൻ്റെ ഈമാൻ പറയാമെങ്കിൽ എന്തായാലും ഇബ്ലീസിൻ്റെ ഈമാനും പറയാം. അത് അവരിൽ നിന്ന് സാധാരണ രീതിയിൽ സംഭവിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എല്ലാ മനുഷ്യ ജിന്ന് വിഭാഗത്തെയും അള്ളാഹു പടച്ചത് അള്ളാഹനെ ആരാധിക്കാൻ തന്നെയാണ്. അത് ആരാധിക്കാൻ അവർക്ക് കഴിവുമുണ്ട്. പക്ഷേ അവരത് ചെയ്യില്ല എന്ന അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടന്നു, അല്ലെങ്കിൽ അവരത് ചെയ്യരുത് എന്ന അള്ളാഹുവിൻ്റെ ഉദ്ദേശം മുൻകടന്നു. അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണത് മുഹാലായത്. തിരിഞ്ഞോ? ആരോടാണിത് പറയണത്? എന്നിട്ട് ഞാൻ വായിച്ചില്ല എന്നും പറഞ്ഞ് വലിയ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. ഒന്നുമില്ല കേട്ടോ, അവന് കിട്ടിയ ഒരു പിടിവള്ളിയാണ്. അൽപായുസേ ഉള്ളൂ എന്ന് അവനും അറിയാം. എങ്കിലും ഒന്ന് പിടിച്ചു തൂങ്ങാം തൽക്കാലത്തേക്ക്. എന്താ പറഞ്ഞത്? ബലി തഹ്ഖീഖു എന്നല്ല, തഹ്ഖീഖ്. അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു, ഈ മൂന്നാമത് പറഞ്ഞ കിസ്മിനെ എണ്ണാതിരിക്കലാണ്. മിമ്മ ലാ യുതാഖു, കഴിവില്ലാത്ത ഒന്നിൽ പെട്ടതായി എണ്ണാതിരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിവുണ്ടോ കഴിവില്ലേ? കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നേ ഈ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനെ മുഹാലായിട്ടൊന്നും പരിഗണിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഇത്ര വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് വീണ്ടും ദുർവ്യാഖ്യാനിക്കും, എനിക്കറിയാം. പക്ഷെ തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാകും. മിമ്മാലാ യുത്താക്കു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ അറിയുന്ന ആളുകളോട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു പഠിക്കുക. എന്നിട്ട് ബാക്കി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് വലിയ രസമാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷിർബീനിയുടെ ഇബാറത്ത് കൊണ്ടുവന്നു. വഇൻകാനൽ ഹഖ്ഖു അന്നഹു ലൈസ ബിമുഹാൽ, അത് അസംഭവ്യമല്ല, മുഹാലല്ല എന്നതാണ് സത്യം. ഇനി മുഹാലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജാസൻ നിലക്ക് പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ മുഹാലല്ല. അതിന്റെ പേര് മുഹാലുൽ ഗൈർ എന്നാണ്. അതിന്റെ പേരെന്താണ്? മുഹാലുൽ ഗൈർ, വേറൊന്ന് കാരണമായി മുഹാലായത്. അതിന് മജാസ് എന്നും പറയാം. എന്തുകൊണ്ട്? ഒരാൾക്ക് ഒരാളുടേതായ ഒരു കഴിവുണ്ട്, ഒരു അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. ആ കഴിവ് അവനിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മുഹാലെന്ന് നേരിട്ട് പറയാൻ പറ്റില്ല, മജാസായിട്ട് പറയാം എന്നാ പറഞ്ഞത്. അത് മുഹാലാകൂല എന്നല്ല പറഞ്ഞത്, അത് മുഹാലുല്ലി ഒയ്റാണെന്നാ പറഞ്ഞത്. വേറൊന്ന് കാരണമായി മുഹാലാകുന്നു. ഇവൻ്റെ തലയിലേക്ക് ഇത് കയറുമെന്ന് എനിക്കറിയില്ല. ഏതായാലും സാധാരണക്കാരൊന്ന് പഠിച്ചോ. അയാൾക്ക് അയാളുടേതായ ഒരു ത്വാക്കത്തുണ്ട്, ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഖ്തിയാറുണ്ട്. അതൊക്കെ ഇഖ്തിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എത്ര ചർച്ച നടത്തിയിട്ടുണ്ടെന്നറിയോ? അവന് ഇഖ്തിയാറുണ്ട്, പക്ഷേ അവനത് തെരഞ്ഞെടുക്കില്ല എന്ന അള്ളാഹുവിൻ്റെ അറിവ് അതിനു മുമ്പേ ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ ഇത് തെരഞ്ഞെടുക്കൂല. അങ്ങനെയാണത് മുഹാലായത്. ഇപ്പം ഇബിലീസ്, അവനെ തന്നെ എടുക്കാം, ഇവരുടെ ശൈഖാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ മനസ്സിലായാലോ. ഇബിലീസ് എന്ന് പറയുന്ന ആ സാധനം അവനെ അള്ളാഹു പടച്ചതാണ്, ജിന്ന് വിഭാഗത്തിൽപ്പെട്ടതാണ്. അവൻ മുസ്ലിം ആയിരുന്നു ഒരു കാലത്ത്, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതാണ്. അവന് മുസ്ലിം ആവുക എന്ന് പറയുന്ന ഇസ്ലാം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇഖ്തിയാർ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അവനത് തിരഞ്ഞെടുക്കില്ല എന്ന അള്ളാഹുവിൻ്റെ അറിവ് നേരത്തെയുണ്ട്. അവനത് തിരഞ്ഞെടുക്കരുത് എന്ന അള്ളാഹുവിൻ്റെ ഉദ്ദേശവും നേരത്തെയുണ്ട്. അവനത് തിരഞ്ഞെടുക്കില്ല എന്ന അള്ളാഹുവിൻ്റെ അറിയിപ്പും നേരത്തെയുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട്, ഇത് വേറൊരു കാര്യമാണ്, ആ കാര്യം ഉള്ളത് കൊണ്ട്
ഇത് മുഹാലായി മാറിയതാണ്. മുഹാലുല്ലിൽ ഗൈർ. ഇവനോടൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാവിലെ വെള്ളം ഇറങ്ങുമെന്നല്ലാതെ തലയിലേക്ക് കയറുമോ? കാരണം ഇബ്ലീസ് അല്ലേ മുഴുവൻ അതിനകത്ത്. അതുകൊണ്ട് തന്നെ കിതാബ് കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട എന്നൊക്കെ വലിയ വീരവാദമൊക്കെ പറയാൻ പറ്റും. ഇതിനാണിപ്പോൾ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്. ഞാനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിച്ച് വലിയ സെറ്റപ്പിൽ വന്നിരുന്നതാ. എൻ്റെ പൊട്ട പോയത്തക്കാരാ, വിവരക്കേടല്ലേ ഈ പറയണത് മുഴുവനും. എന്നിട്ട് ഇവരിപ്പോൾ എന്നെ ഇബ്ലീസ് മൗലവി എന്നാണ് വിളിക്കണത്. ഇയാൾ പറയാണ് ചില ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ന്. പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്ക്, ആളുകളോടൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങളുടെ ത്വരീക്കത്തിൻ്റെ പേരെന്താണെന്ന്. ഇബ്ലീസ് ത്വരീക്കത്തെന്നാണ്. നിങ്ങളെ വിളിക്കണതൊക്കെ ഇബ്ലീസിൻ്റെ അനുയായികളെന്നാണ്. എൻ്റെ ചങ്ങാതി അല്ലെങ്കിൽ തന്നെ അല്പം അന്തമുള്ളവൻ അത് പറയുമോ? ഞാൻ ഇബ്ലീസിനെതിരെ പറയണവനാ. അത് മനസ്സിലാകണില്ല നിങ്ങൾക്ക്? അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നവനാ, അവൻ നരകത്തിലാണെന്ന് പറയുന്നവനാ. നിങ്ങളാണ് പറയണത് അവൻ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പം ആരാ ഇബ്ലീസിൻ്റെ ആള്? എന്നിട്ട് എന്നെ ഇബ്ലീസ് മൗലവി എന്നൊക്കെയാണ് വിളിക്കുന്നത്. സാധുക്കൾ എന്താ പറയാ? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പൊട്ടന്മാരായിപ്പോയാൽ എന്ത് ചെയ്യും? കഴുതകളാണെന്നാണല്ലോ ഇവർ തന്നെ പറയുന്നത്. എന്തോ ആകട്ടെ, പറയട്ടെ. അപ്പൊ ഖലാ ഖദറിൽ അങ്ങനെ ഉണ്ടല്ലോ. ഖലാ ഖദറിൽ ഉണ്ടായിക്കോട്ടെ, അത് മായ്ച്ചു കളയാനുള്ള അധികാരം ആർക്കുണ്ട്? മശായിഖിനുണ്ട്. പറയൂ. നമ്മൾ വായിക്കാനിരിക്കല്ലേ. ഇങ്ങനെ നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മറുപടിയായി പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, സാധാരണക്കാർക്ക് അത് കേട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. പറയും. അബ്ദുൽ ഖാദർ എന്ന വലിയ വന്നപ്പോ ആ വലിയ തന്റെ മോനെ കാണിച്ചിട്ട് ശൈഖുനയോട് പറഞ്ഞു, ഈ മോനെ ഒന്ന് സംസാരിപ്പിക്കണം. അല്ലേ? അബ്ദുൽ ഖാദർ എന്ന വലിയനോട് ശൈഖുന പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലുണ്ട് എന്ന് പറഞ്ഞപ്പോ വലിയായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, എനിക്കും അറിയാം, അതവിടെ ഉണ്ട് എന്ന് ഉറപ്പ് തന്നെയാണ്. ലൗഹുൽ മഹ്ഫൂദ് എനിക്കറിയാന്ന് മൂപ്പര്. പക്ഷേ എനിക്ക് കാണാനേ കഴിയുള്ളൂ, നിങ്ങൾക്കത് മായ്ക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അത് മായ്ച്ചു തരണം. അപ്പോഴാണ് ശൈഖുന ആ കുട്ടിയോട് പറഞ്ഞത്, മോനെ സംസാരിക്ക്. 98-ാമത്തെ പേജിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുട്ടി സംസാരിച്ചു. ബിശ്ശഹാദ, ഷഹാദത്ത് കലിമ ചൊല്ലി വാപ്പാർ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് തിരുത്തുകയാണ് ശൈഖ് മടവൂർ. അതിനാരാ ആമുഖ എഴുതിയത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ ഞാൻ തർക്കിക്കണ്ട, ആയത്തിന്റെ ഹദീസിന്റെ അത് തിരുത്താനും ഓൾക്ക് കഴിയും. സുബ്ഹാനല്ലാഹ്, എന്താല്ലേ ഇവനെയൊക്കെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ദീർഘവീക്ഷണം എത്ര വലുതാ. എന്താ പറഞ്ഞത്? ആയത്തും ഹദീസും ഒക്കെ ഉണ്ട്, അതൊക്കെ തിരുത്താൻ ഔലിയാക്കൾക്ക് കഴിയും. പിഴച്ച വാദം, ഒന്നാന്തരം പിഴച്ച വാദം. ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? നീ ഈ പറഞ്ഞതുപോലെ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് നീ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ, നിന്റെ ശൈഖ് തന്നെ ആയിക്കോട്ടെ, ആ ചെങ്ങാതി ഇബ്ലീസിനെ മുസ്ലിമാക്കി എന്ന് സങ്കല്പിക്കുക. മുസ്ലിമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കാവിയത്തു സൂപ്പിയയിൽ ഇബ്ലീസ് ശാദുലി റാത്തീബിന് വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഒരു പാവപ്പെട്ട കുടുങ്ങിയ ഒരുത്തൻ, അവൻ്റെ അറിവുകേട് കണ്ട് നിങ്ങളുടെ ഇതിൽ പെട്ടുപോയൊരു സാധാരണക്കാരൻ അവിടെ നിന്ന് മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതാൻ. അപ്പോഴാണ് അപ്പുറത്ത് ശാദുലി ഹൽക്കയ്ക്ക് അതാ ഇബ്ലീസ് നിൽക്കുന്നു. ഇവൻ ഈ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞ, അവൻ ലഈനാണെന്ന് പറഞ്ഞ, അവൻ കാഫിറാണെന്ന് പറഞ്ഞ, അവൻ നരകത്തിലാണെന്ന് പറഞ്ഞ, അവൻ്റെ അനുയായികൾ നരകത്തിലാണെന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ആയത്തുകൾ ആ കുരുവട്ടൂരി മായാജാലത്തിൽ ഇബ്ലീസ് ത്വരീക്കത്തിൽ പെട്ടുപോയ ആ സാധു എന്ത് ചെയ്യണം? ആയത്തു ഹദീസും ഒക്കെ ഔലിയാക്കൾക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി തിരുത്താൻ പറ്റുമല്ലേ? എടുക്ക് ഇമാം സ്വാവി റഹിമഹുല്ല, മഹാനവറുകളുടെ ഹാഷിയെ എടുക്ക്. എന്താ മഹാനവറുകൾ പറയുന്നത്? ഖൗലുഹു വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. ആ ആയത്തിന്റെ വിശദീകരണം പറയാൻ, ഇൻ ഖുൽത, നീ ചോദിക്കുകയാണെങ്കിൽ, ഇന്ന ഹാദാ യുഷ്കിലു മഅമാ തഖദ്ദമ ലന, ഇത് മുമ്പ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സംശയമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്താണ് മുമ്പ് പറഞ്ഞത്? അന്നഹുത്വല അലാ ജമീഇ മഗീബാത്തി ദുനിയാ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്ന ആളാണ് എന്ന് മുമ്പ് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് സംശയമുണ്ടാക്കുമല്ലോ എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, വൽ ജവാബു, അതിനുള്ള മറുപടി, അന്നഹു ഖാല ദാലിക തവാദുഅൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. ഔ അന്ന ഇൽമഹു ബിൽ മഗീബി കുല്ലൻ, അല്ലെങ്കിൽ അദൃശ്യകാര്യങ്ങൾ മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുക എന്ന് പറഞ്ഞത് ഇൽമുൻ, അത് ഒരു അറിവാണ്. എങ്ങനത്തെ അറിവാണ്? മിൻ ഹൈസു ഇന്നഹു ലാ ഖുദ്റത ലഹു അലാ തഗ്യീരി മാ ഖദ്ദറല്ലാഹു വുഖൂഅഹു, സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒന്നിൻ്റെ മേൽ മാറ്റിമറിക്കാൻ നബിതങ്ങൾക്കൊരു കഴിവുമില്ലാത്തൊരറിവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, എന്നെ വഹാബിയാക്കണ്ട, ഇത് സ്വാവി ഇമാം പറഞ്ഞതാണ്. ഞാൻ വായിച്ചതിലോ അർത്ഥം പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ നിനക്കത് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഇമാം സ്വാബി റഹിമഹുല്ല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൽമൊന്നും അതിനുള്ള കഴിവൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. ഫയകൂനുൽ മഅന ഹീന ഇദിൻ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലൗ കാന ലി ഇൽമുൻ ഹഖീഖിയുൻ, എനിക്ക് ഹഖീഖിയായ ഒരു ഇൽമു ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം നബിതങ്ങൾക്ക് ഹഖീഖിയായ ഒരു ഇൽമല്ല, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇൽമല്ല. ഹഖീഖിയായ ഇൽമുണ്ടായിരുന്നെങ്കിൽ ബി അൻ അഖ്ദിറ അലാ മാ ഉരീദു വുഖൂഅഹു, സംഭവിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ മേൽ എനിക്കെന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ലസ്തക്തറുതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് ഖൈറുകൾ വാരിക്കൂട്ടുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഇമാം സ്വാബി റഹിമഹുല്ല രേഖപ്പെടുത്താൻ ഒരു ബൈത്തൊക്കെ കൊടുത്തിട്ട്, വലിൽ ഖവാസി മിൻ ഉമ്മത്തിഹി ഹല്ലും മിൻ ഹാദൽ മഖാം, ഈ ഉമ്മത്തിലെ പ്രത്യേകക്കാരായ ചില ആളുകൾക്കും ഈ ഒരു സ്ഥാനമുണ്ട്. വലിദ ഖാലൽ ആരിഫു അബുൽ ഹസനു ശാദുലി റഹിമഹുല്ല, മഹാനായ അബുൽ ഹസനു ശാദുലി റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു, ഇദാ അറാദല്ലാഹു അംറൻ, അല്ലാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അംസക അൽസിനത ഔലിയാഇഹി അനി ദുആഇ സിത്രൻ അലൈഹിം, ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു അവരെ അനുവദിക്കൂല. അള്ളാഹു അവരുടെ നാവിനെ പിടിച്ചു വെക്കും, അവർക്കൊരു മറയായിട്ട്. ലി അല്ലാ യദുഉ ഫലാ യുസ്തജാബു ലഹും ഫയഫ്തലിഹു, അവർ ദുആ ചെയ്താൽ എന്തായാലും ഉത്തരം കിട്ടൂല. കാരണം അള്ളാഹിൻ്റെ തീരുമാനം അവിടെ ഉണ്ടല്ലോ, അത് മാറ്റാൻ പറ്റൂല. ലൗഹിൽ എഴുതിയത് ആയത്തും ഹദീസും ഉൾപ്പെടെ മാറ്റാൻ പറ്റൂന്നല്ലേ പറഞ്ഞത്. അബുൽ ഹസനു ശാദിലി റഹിമഹുല്ലയുടെ വാക്കെടുത്ത് ഉദ്ധരിക്കുകയാണ്, അള്ളാഹു അവരുടെ നാവിനെ പിടിച്ചു വെക്കും. എന്തുകൊണ്ട്? അവരെങ്ങാനും ദുആ ചെയ്തു പോയാൽ അള്ളാഹിൻ്റെ ആ തീരുമാനം മാറ്റാൻ പറ്റൂല. അപ്പോൾ അവർ നാണം കെട്ടുപോകും. ഔലിയാക്കൾ നാണം കെടാൻ അള്ളാഹു സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ അവർക്ക് ദുആ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുക്കൂല എന്ന് വരെ രേഖപ്പെടുത്തിയിരിക്കാൻ. എന്നിട്ടല്ലേ ഈ ചങ്ങാതി ഈ പിഴച്ച വാദം പറയുന്നത്? ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ അവരൊരു കാര്യം ഇവിടെ പ്രവർത്തിക്കൂല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അള്ളാഹു കഴിവ് കൊടുക്കുമ്പോൾ അവരതിനനുസരിച്ച് അള്ളാഹിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരിവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കും. അതല്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മാറ്റാനൊന്നും ഔലിയാക്കൾക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ചോദിക്കും, നിങ്ങളുടെ മടവൂർ മൗലിദിലല്ലേ കാന്തപുരം ഉസ്താദ് ആമുഖമെഴുതി, ആ മൗലിദിലല്ലേ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മായിച്ചു കളഞ്ഞു എന്നൊക്കെ ചോദിച്ചേക്കാം, ന്യായമാണ്. എന്നാൽ അതിനൊരു മറുപടി ഉണ്ട്. ആദ്യം അള്ളാഹുവിൻ്റെ ഖലാ അതെന്താണെന്നൊന്ന് പഠിക്കി. അള്ളാഹുവിൻ്റെ ഖലാ മുബറമായ ഖലാ ഉണ്ട്, ഒരിക്കലും മാറാത്ത തീരുമാനം. മുഅല്ലഖായ ഖലാ ഉണ്ട്, എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റുന്ന ചില തീരുമാനങ്ങൾ. ഇതൊക്കെ ഇമാമുമാർ പഠിപ്പിച്ചതാണ് നൗഷാദെ. ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ അൽ യവാഖീത്തു വൽ ജവാഹിർ എടുക്ക് നൗഷാദെ കിതാബ്. മഹാനവറുകൾ മറ്റൊരു മഹാൻ പറഞ്ഞ വാക്കിനെ എടുത്തുദ്ധരിക്കുകയാണ്. മുഴുവനും വായിക്കാൻ വീഡിയോ ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് വായിക്കുന്നത്. വ റുതുബത്തു ഹാദിഹിൽ അഖ്ലാമി വൽ അൽവാഹി ദൂന റുതുബത്തിൽ ഖലമിൽ അഅ്ലാ വൽ ലൗഹിൽ മഹ്ഫൂദ്. ഈ പറഞ്ഞിട്ടുള്ള കലമുകൾ, ലൗഹുകൾ എന്ന് പറഞ്ഞാൽ കുറേ പേനകളുമുണ്ട്, കുറേ പലകകളുമുണ്ട്. അതിലൊക്കെ എഴുതുകയും ചെയ്യും. അതിൻ്റെയൊക്കെ സ്ഥാനം ഏറ്റവും വലിയ കലം, ഏറ്റവും ഉന്നതമായ പേന, അതുപോലെ ലൗഹുൽ മഹ്ഫൂദ് ഇതിൻ്റെയൊക്കെ താഴെയാണ്. എന്നിട്ട് പറയാൻ ലി അന്നല്ലദി
കത്തബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന ഒന്ന്, ലാ യുതബദ്ദലു, അത് മായ്ക്കാൻ പറ്റില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന ഒന്ന് അത് പിന്നെ മായ്ക്കാൻ പറ്റില്ല. വലിദാലിക സുമ്മിയ ബിൽ മഹ്ഫൂദ്, അതുകൊണ്ടാണ് അതിന് ലൗഹുൽ മഹ്ഫൂദ് എന്ന പേര് തന്നെ പറയുന്നത്. യഅനി മിനൽ മഹ്വ, മായ്ച്ചു കളയുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത്. ഫലാ യംഹു തആല മാ കതബഹു ഫീഹി ബിഖിലാഫി ഹാദിഹിൽ അഖ്ലാമി വൽ അൽവാഹ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ പേനകളും കുറേ പലകകളും ഒക്കെയുണ്ട്. അതുപോലെയല്ല അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കാൻ പറ്റില്ല. ഫഇന്ന ഹാദിഹിൽ അഖ്ലാമ തക്തുബു ദായിമൻ ഫി അൽവാഹിൽ മഹ്വി വൽ ഇസ്ബാത്തി. ആ പറയുന്ന പേനകൾ അതിങ്ങനെ മായ്ക്കാനും സ്ഥിരപ്പെടുത്താനും ഒക്കെ പറ്റുന്ന പലകകളിൽ എഴുതിക്കൊണ്ടേയിരിക്കും. എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? മാ യുഹദിസുഹുല്ലാഹു തആല ഫിൽ ആലമി മിനൽ അഹ്കാം, അല്ലാഹു തആല ലോകത്തുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ, അത് പല ഹുക്കുമുകളും മറ്റുമൊക്കെ അതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മായ്ക്കാൻ കഴിയുന്ന പലകകളിൽ എഴുതിക്കൊണ്ടിരിക്കും. അൽ മുസാരി ഇലൈഹാ ബി ഖൗലിഹി തആല, അല്ലാഹു തആല സൂചന നൽകിയല്ലോ അവൻ്റെ വാക്കുകൊണ്ട്, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. ഇവൻ പല പ്രാവശ്യമായിട്ട് ഓതിയ ആയത്തല്ലേ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയും, ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതല്ല, മറിച്ച് ഈ പലകകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മായ്ക്കാൻ ഔലിയാക്കൾക്ക് കഴിയും. പക്ഷേ ലൗഹുൽ മഹ്ഫൂദ് അതിലെഴുതിയത് മായ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇമാം ഷഅറാനി റഹിമഹുല്ലയാണ്. അത് ഇബ്ലീസിന്റെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇനി അത് മായ്ച്ചു കളഞ്ഞാൽ ഖുർആനിലെ പല ആയത്തുകൾക്കും ഒരു പ്രസക്തിയുമില്ലാതെ പോകും. അത് സംഭവിക്കാൻ പാടുണ്ടോ? ഇബ്ലീസ് മുസ്ലിമായി കഴിഞ്ഞാൽ ഖുർആനിലെ ഈ ആയത്തുകൾ വെട്ടിക്കളയേണ്ടി വരില്ലേ? ഓതാൻ പറ്റുമോ? കാരണം മുഅ്മിനായ ഒരാളെക്കുറിച്ച് ലഈനാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും മനസ്സിലാക്കാതെ അവൻ്റെ ഏതോ ഒരു വിവരം കെട്ട ചങ്ങാതി ഒരു പാട്ടുപാടിയപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നടക്കുകയാണ്. എന്തൊരു ദുർഗതിയാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വലിയ വെല്ലുവിളി. അതുകൊണ്ട് നൗഷാദിനോട് ഇനി നിനക്ക് ഞാൻ മറുപടി പറയണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി നീ ഉത്തരം പറയണം. നിന്റെ ഞഞ്ഞാപിഞ്ഞയും പോക്കറ്റിൽ നിന്ന് എടുത്ത തെളിവും തൊള്ളപ്പെടായി ഒന്നും വേണ്ട. ഇബാറത്ത് ഇങ്ങോട്ട് വായിച്ചാൽ മതി, നേർക്ക് നേരെ പറഞ്ഞാൽ മതി, എന്നാൽ ഞാൻ മറുപടിയായിട്ട് വരും. ഇനി സമതേ അതൊന്ന് പറഞ്ഞേ. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.